സഭാ തർക്കത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത യാക്കോബായ സഭ തർക്കം പരിഹരിക്കാൻ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യാക്കോബായ സഭയുടെ അധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് പറഞ്ഞു. ഓർത്തഡോക്സ് കാതോലിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. സഭാ തർക്കം ഇനി വാർത്താ തലക്കെട്ടുകളാകരുത്. ഓർത്തഡോക്സ് സഭ സ്വതന്ത്രമായി നിന്നോളൂ, യാക്കോബായ സഭയുടെ പിറകെ നടക്കണ്ട, മാറി ചിന്തിക്കണമെന്നും കാതോലിക്ക ബാവ പ്രതികരിച്ചു. കോടതി വിധികളെ മാനിക്കുന്നു. സഭയെന്നുള്ള നിലയിൽ സഭയ്ക്ക് സഭയുടേതായ സംവിധാനങ്ങളും വിശ്വാസ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ഭംഗം വരുന്നതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ചർച്ചകളിലൂടെയുള്ള ഒരു പരിഹാരം തന്നെയാണ്. നേരിട്ടുള്ള ചർച്ചകൾക്ക് നമ്മൾ തയ്യാറാണ്. അങ്ങനെ ഒരു 1-to-1 ഡിസ്കഷന് വേണ്ടിയിട്ട് സഹോദരങ്ങളായ മറുഭാഗത്തിലെ സഭ അതിന് മുന്നോട്ട് വന്നിട്ടില്ല. സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടുന്ന ഈ വലിയ തുക കേസിന് വേണ്ടി ഇനിയും ചെലവഴിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഒരു അർത്ഥവുമില്ലാത്തതാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് സമവായത്തിന്റെ പാത നമുക്ക് തിരഞ്ഞെടുക്കാം. രണ്ട് സഭകളുടെയും അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ച് പ്രവർത്തിക്കാമല്ലോ. അതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ കേസുകളുടെ വഴിക്ക് പോകും. അതൊരു നിർഭാഗ്യകരമായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായ സജോ, ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യം ഉരുത്തിരികയാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്മൃതി, സഭാതർക്ക അല്ലെങ്കിൽ പള്ളിത്തർക്ക വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്ന ഒരു വിധി യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിരുന്നു. സർക്കാർ അല്ലെങ്കിൽ പോലീസ് പള്ളികൾ ഏറ്റെടുത്ത് 6 പള്ളികൾ ഏറ്റെടുത്ത് കൈമാറണം എന്നുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് അങ്ങനെയല്ല അക്കാര്യത്തിലൊരു സാവകാശം ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നു. പക്ഷേ മുൻപത്തെ സുപ്രീം കോടതി വിധി 1934 മലങ്കര സഭ ഭരണഘടന പ്രകാരം പള്ളികൾ മുഴുവൻ ഭരിക്കപ്പെടുക എന്നാണ് യാക്കോബായ സഭയ്ക്ക് എതിരാണ്. പക്ഷേ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ പ്രതികരണമാണ് യാക്കോബായ സഭ അധ്യക്ഷൻ മോർ ബസേലിയോസ് ജോസഫ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് ഈ തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ ഇവയൊന്നും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് ഇനിയും ഒരു പരസ്പര സഹവർത്തിത്വമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഒരു സഹകരണമാവാം. ഓർത്തഡോക്സ് കാതോലിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഈ തുകയെല്ലാം, ഈ പണമെല്ലാം സമൂഹത്തിനും സഭാവിശ്വാസികൾക്കുമൊക്കെ ഗുണപ്പെടേണ്ട തുക ഇങ്ങനെ വ്യവഹാരങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് കളയുകയാണ്. അങ്ങനെ രണ്ട് സഭകളായി തന്നെ പിരിയാം. സ്വതന്ത്ര അസ്തിത്വം എന്നത് ഓർത്തഡോക്സ് സഭ അവകാശപ്പെടുന്നുണ്ട്. അതിൽ തന്നെ തുടരട്ടെ. പക്ഷേ രണ്ട് സഭകളായി പിരിഞ്ഞ് ഒരു സാഹോദര്യത്തോടു കൂടിയുള്ള സഹവർത്തിത്വം സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് ഒരു സഹകരണത്തിന്റെ പാത, ഒരു അനുരഞ്ജനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ കഴിയും. അതിനാരുമായും താൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. നേരിട്ട് ഓർത്തഡോക്സ് കാതോലിക്കയുമായി തർക്കിക്കാൻ തയ്യാറാണ്. ഒപ്പം കേസുകൾ ജയിക്കാൻ വേണ്ടി മാത്രം പാത്രിയർക്കീസ് ബാവ, അതായത് സഭയുടെ അധ്യക്ഷൻ എന്ന പദവി പാത്രിയർക്കീസ് ബാവയ്ക്കാണുള്ളത്. അങ്ങനെ കേസുകൾ ജയിക്കാൻ വേണ്ടി മാത്രം പാത്രിയർക്കീസിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അപ്പോൾ മലങ്കര സഭയിൽ വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആർജവമാണ് ഇനി ഉണ്ടാകേണ്ടത്. ക്രൈസ്തവ വഴികളിൽ ഒരു അനുരഞ്ജനം സാധ്യമാകണം. മുൻകാലങ്ങളിൽ പലപ്പോഴും പല സഭകളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം പരിഹരിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ നൂറ്റാണ്ടുകൾ നീളുന്ന തർക്കമായി മലങ്കര സഭാ കേസ് ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. ഇനിയും ഇപ്പോൾ സിവിൽ കേസ് എന്ന മട്ടിൽ ഹൈക്കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ 6 പള്ളികളുടെ കാര്യത്തിൽ പോലും സിവിൽ കേസ് എന്ന നിലയ്ക്ക് തുടരാം. അങ്ങനെ തുടരുമ്പോഴും അതും നാളുകൾ തുടരാനുള്ള വഴിയാണ് തുടരുന്നത്. അതുകൊണ്ട് ഈ വ്യവഹാരത്തിൽ താൻ വിശ്വസിക്കുന്നില്ല. അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഈ സഭാ തർക്കം ഇനി ദൃശ്യമാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ വഴി വാർത്താ തലക്കെട്ടുകളാകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് വേണ്ടത്. സിമിത്തേരികളുടെ പേരിൽ പോലും തർക്കങ്ങൾ ഉണ്ടാകുന്ന വഴി ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഭരണതലപ്പത്തുള്ള ആളുകൾ പോലും ഈ കാര്യത്തിൽ നീതി ആരുടെ പക്ഷത്ത് എന്ന് വിളിച്ചു പറയുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സഭകളുടെ സാക്ഷ്യം മുന്നോട്ട് വെക്കാൻ കഴിയും വിധം ഒരു സമവായ സാധ്യത, ഒരു പരിഹാര സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ചർച്ചകളിലൂടെ ഒരു പരിഹാരത്തിലേക്ക് പോവുക, വ്യവഹാരങ്ങൾ സമ്പൂർണ്ണമായി അവസാനിപ്പിച്ച് രണ്ട് സഭകളായി പിരിയും വിധം, അതായത് പല പള്ളികളിലും വിധി നടപ്പായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പള്ളികളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഭരണം ലഭ്യമാവുകയാണ് ചെയ്തത്. സമ്പൂർണ്ണ പരിഹാരത്തിലേക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.